റോജി എം ജോൺ, താങ്കളുടെ മറുപടി. ഗോപികൃഷ്ണൻ, ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം, ഇവിടെ ഒരു വശത്ത് ക്രിസ്മസിൻ്റെ കേക്കും അതുപോലെ തന്നെ സ്നേഹ സന്ദേശ യാത്രയും ഒക്കെ നടത്തുന്ന BJP, മറുവശത്ത് ജബൽപൂരിലും അതുപോലെ തന്നെ ഒഡീഷയിലും രാജ്യത്തെമ്പാടും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം, ഇത് രണ്ടും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും BJP ഒരു കുമ്പിടിയാണ്, സംഘപരിവാർ ഒരു കുമ്പിടിയാണ്. കാരണം ഒരേ സമയം രണ്ട് മുഖം അവർ പ്രദർശിപ്പിക്കുകയാണ്. കേരളത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി ഒരു സമീപനവും, കേരളത്തിന് വെളിയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് പള്ളികളും സ്കൂളുകളും അതുപോലെ തന്നെ മറ്റ് ആശുപത്രികളും സ്ഥാപനങ്ങളുമായാലും എല്ലാം ആക്രമിക്കുകയും തീവെച്ചുകയും കൊള്ളയടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ ബഹുമാന്യനായ ശ്രീ ഹരിദാസ് സൂചിപ്പിച്ച ഒരു കാര്യം, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചിലപ്പം ഉണ്ടായേക്കാമെന്ന്. കഴിഞ്ഞ 2024 മാത്രം നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് 834 അക്രമങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് നേരായിട്ടുള്ള ആക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. ഈ കണക്കുകൾ നമ്മൾ കാണേണ്ടുന്നത് 2014 മുമ്പുള്ള കണക്കുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യണം. 2014 മുമ്പ് ഇന്ത്യയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമവും 2014 ശേഷം കഴിഞ്ഞ 10 വർഷങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഉണ്ടായിട്ടുള്ള അക്രമങ്ങളിലും ഏതാണ്ട് 6 അല്ലെങ്കിൽ 7 മടങ്ങ് വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, ഓരോ വർഷത്തെയും കണക്കുകൾ എൻ്റെ അടുത്തുണ്ട്, ഞാൻ വേണമെങ്കിൽ ആ കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അപ്പോൾ അത്രയധികമായിട്ടുള്ള 10 മടങ്ങ് വർധനവാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അക്രമങ്ങളിൽ രാജ്യത്തുണ്ടായിരിക്കുന്നത്. ഈ കേസുകളിൽ ഏതാണ്ട് 4000-ലധികം കേസുകൾ കഴിഞ്ഞ 10 വർഷത്തിനകം മാത്രം ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആ 4000-ലധികം കേസുകളിൽ എത്ര കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്ത് അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരോ അതാത് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന BJP സംസ്ഥാന ഗവൺമെൻറ്റുകളോ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇവിടെ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാണ്, അല്ലെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും. അതായത് BJPയും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവും എന്ന് പറയുന്നത്, അവർ കേരളത്തിൽ കാണിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അക്ഷരാർത്ഥത്തിൽ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് എന്നും അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ജബൽപൂരിലും അതുപോലെ തന്നെ ഒഡീഷയിലും രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് വെളിവാകുന്നതാണ്. ഈ യാഥാർത്ഥ്യം കേരളത്തിലുള്ള ക്രൈസ്തവരും അതുപോലെ തന്നെ മറ്റ് ജനാധിപത്യ ബോധമുള്ള എല്ലാ ആളുകളും തിരിച്ചറിയുമെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, KCBCക്കോ അല്ലെങ്കിൽ CBCIക്കോ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. അവർക്ക് അവരുടെ അഭിപ്രായം പറയുവാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഒരു ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്, അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു നിലപാടുണ്ട്. ആ നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും. രാഷ്ട്രീയ മത സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ മത മേലധ്യക്ഷന്മാർക്കോ അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളെ നമ്മളത് മാനിക്കുന്നു. നമ്മൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ആ കാര്യത്തിൽ നിലപാടുകൾ എടുക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നു, വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി വഖഫ് ഭേദഗതി ബില്ല് വഴി മുനമ്പം നിവാസികൾക്ക് ഏത് തരത്തിലുള്ള പരിഹാരമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ, അതായത് ക്രൈസ്തവ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ രാഷ്ട്രീയമായി ഒരു വിരുദ്ധ ചേരിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചേരിയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അതിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് കേരളത്തിൽ UDFനെ ആയിരിക്കുമെന്ന് താങ്കൾക്കറിയാമല്ലോ. വഖഫ് പോലെ ഒരു വിഷയത്തിൽ പാർലമെന്റിൽ, ലോക്സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കാതിരുന്നതും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം പോലും ഉണ്ടാകാതിരുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ MP ആണ്. ഇപ്പോൾ താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിലുള്ള അവകാശ പ്രഖ്യാപന റാലിയും പ്രതിഷേധ പൊതുസമ്മേളനവും ഒക്കെയാണ് ഇപ്പോൾ മുതലക്കുളം മൈതാനിയിൽ നടക്കുന്നത്. അപ്പോൾ വയനാടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർലമെന്റ് അംഗം ഈ വിഷയം വലിയ ഗൗരവമുള്ള വിഷയമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവരുടെ സാന്നിധ്യം പോലും പാർലമെന്റിൽ ഇല്ല. അങ്ങനെ ഈ സമുദായ താല്പര്യം വരുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നത് ഒരു വലിയ പരാതിയായി പറയുകയും അവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു പുനരാലോചന വിഷയത്തിന് ഇത് കാരണമാക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന് അതിന് മറുപടി പറയാനുള്ള ബാധ്യതയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ നടന്ന ചർച്ചകളിൽ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. 2, രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും അതുപോലെ ശ്രീമതി സോണിയാഗാന്ധിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർക്കുകയും
അതിനകത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ആരൊക്കെ സംസാരിക്കണമെന്ന് കൃത്യമായി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തവും കൃത്യവുമായിട്ട് പാർലമെൻറ്റിനകത്ത് ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം ഇത് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യ മുന്നണി അത്ര ഒരു സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടില്ല പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സാഹചര്യത്തിൽ. പക്ഷേ വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ വിപുലമായ യോഗം വിളിച്ചു ചേർക്കുകയും അതിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി എന്ത് നിലപാടെടുക്കണമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൂട്ടായ ഒരു തീരുമാനമുണ്ടാവുകയും അവിടെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അതനുസരിച്ചിട്ടുള്ള നിലപാടുകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെൻറ്റിനകത്ത് സ്വീകരിക്കുകയും അതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സുവ്യക്തമായിട്ട് അറിയാവുന്നതാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഈ വിഷയത്തിൽ തൻ്റെ നിലപാട് പല ആവർത്തി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. പിന്നെ അദ്ദേഹം അന്നേ ദിവസം പാർലമെൻറ്റിൽ സംസാരിച്ചോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഇവിടെ അതുകൊണ്ട് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്, രാഹുൽ ഗാന്ധിയുടെ നിലപാട്, കോൺഗ്രസിൻ്റെ നിലപാട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിയുടെ ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിൻ്റെ മുഴുവൻ അംഗങ്ങൾക്കും പാർലമെൻറ്റിനകത്തുള്ള എല്ലാ അംഗങ്ങൾക്കും ഉള്ളത്. അല്ലാതെ നമുക്കതിനകത്ത് കോൺഗ്രസിൽ ഒരു പാർട്ടിയിൽ ഒരാൾക്കൊരു നിലപാട് വേറൊരാൾക്ക് വേറൊരു നിലപാട് എന്നുള്ള സമീപനമൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അക്കാര്യത്തിൽ ഒറ്റ നിലപാട് തന്നെയാണ്. അപ്പോൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ക്രൈസ്തവ സഭ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അത് പല കാലഘട്ടങ്ങളിൽ അവർ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് ക്രൈസ്തവ സഭ അംഗം എന്നുള്ള സഭയ്ക്കല്ല, ജനാധിപത്യ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് ഞങ്ങളതിനെ ആശങ്കയോടുകൂടി കാണുന്നില്ല. അത് ഒരു സഭയോ അല്ലെങ്കിൽ ഒരു മത നേതൃത്വം അങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അവർക്ക് അതിനുള്ള അവകാശം ഈ ഒരു ജനാധിപത്യ രാജ്യം നൽകിയിട്ടുണ്ട്. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്, ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്നുണ്ട്. അത് അവർ പല ഘട്ടങ്ങളെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൻ്റെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധവും അല്ലെങ്കിൽ പരിപാടികളും ക്രൈസ്തവ സഭ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപതാ പിതാവ് അദ്ദേഹം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന വനം മന്ത്രിക്കെതിരായിട്ട് വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ക്രൈസ്തവ സഭ പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. കേന്ദ്ര സർക്കാർ വനം ഭേദഗതി നിയമം അത് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്താൻ ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ക്രൈസ്തവ സഭ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൻ്റെ തീരദേശവുമായി ബന്ധപ്പെട്ടിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയെ സംബന്ധിച്ച് ക്രൈസ്തവ സഭ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ വന്യജീവി സംഘർഷത്തിൽ വനം വകുപ്പ് സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ അവർക്ക് പ്രതിഷേധമുണ്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് അഭിപ്രായമുണ്ട്. JB കോശി റിപ്പോർട്ട് പുറത്തു വരാത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുണ്ട്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സഭയെ അലോസരപ്പെടുത്തുന്നത് സമുദായ താല്പര്യത്തെ പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം അത് ഇപ്പോൾ ഭരിക്കുന്ന LDF-ന്റെ ഭാഗത്തുനിന്നാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന അവരുടെ പരാതിയിൽ നിന്നുകൊണ്ടാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് അവർ കടക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അത് UDF-നെതിരെ മാത്രമാണ് എന്നല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ സഭ നിലപാടെടുക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയമായി ബാധിക്കാൻ പോകുന്നത്, പ്രഹരമേൽപ്പിക്കാൻ പോകുന്നത് UDF-നല്ലേ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും അതുപോലെ തന്നെ തീരദേശത്തെ വിഷയങ്ങളായാലും ന്യൂനപക്ഷ സ്കോളർഷിപ്പിനെ സംബന്ധിച്ചിട്ടായാലും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഒക്കെ UDF കോൺഗ്രസും വളരെ ശക്തമായിട്ടുള്ള നിലപാട് കേരളത്തിൽ നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണി ഒരു മലയോര ജാഥ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം ഏതാനും നാളുകൾക്ക് മുമ്പ് വളരെ ശക്തമായ രീതിയിൽ ഒരു ജാഥ സംഘടിപ്പിച്ച് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്, കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായത്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ തീരദേശ ജാഥ ഈസ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തീരദേശ ജാഥ ആരംഭിക്കാൻ പോവുകയാണ്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെ നിയമസഭയ്ക്കകത്ത് ഏതാണ്ട് 5 or 6 തവണ ഈ വിഷയം നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, ഒരു നിയമസഭാ അംഗമാണ് ഞാൻ. ആ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണമെന്നും ആ റിപ്പോർട്ടിലെ ശുപാർശകൾ കാലവിളംബം കൂടാതെ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ UDF-ൻ്റെയും ഒക്കെ ആവശ്യം. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള ശ്രീ T സിദ്ദിഖാണ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ
ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും തുടർ നടപടികൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ഉന്നയിച്ചത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും UDFന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ സഭാ നേതൃത്വത്തിന് ഞാൻ പറഞ്ഞല്ലോ, സഭാ നേതൃത്വത്തിന് എപ്പോഴും അത് സഭാ വിശ്വാസികളുടെ അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളുടെ ന്യായമായ ആവശ്യങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന ആഗ്രഹം ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അതിന് ഇനി അത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണമാണ് അതിനുള്ള പോംവഴി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ഇനി അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചതിൻ്റെ പേരിൽ ഇവിടെ എന്താ പറയുന്നത്, അതിൻ്റെ പേരിൽ കോൺഗ്രസിന് വലിയൊരു നഷ്ടം സംഭവിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഈ വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുണ്ട്, ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. നാളുകളിലായാലും ആ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഇവിടെ ആശങ്കയൊന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ ചർച്ചയുടെ ഭാഗമായിട്ട്. ഇവിടെ ഇത്രയും വലിയ ക്രിസ്ത്യൻ പ്രേമം പറയുന്ന BJPയുടെ ആളുകളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും സംസ്ഥാനത്തെ നിയമസഭകളിലും ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ പാർലമെൻറ്റിനകത്ത് നിയമ ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞത്? അപ്പോൾ വലിയ ക്രിസ്ത്യൻ പ്രേമമുള്ള ആളുകൾ ഈ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷനിലൂടെ പാർലമെൻറ്റിലേക്ക് കടന്നു വരുന്നതും അതുപോലെ നിയമസഭകളിലേക്ക് കടന്നു വരുന്നതും ഈ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണല്ലോ. എന്തുകൊണ്ടാണ് ആ റിസർവേഷൻ BJP ഗവൺമെൻറ് ഇത്രയും കാലം നമുക്കുണ്ടായിരുന്ന റിസർവേഷൻ എടുത്തു കളഞ്ഞത് എന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ BJPയുടെ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത് അതിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധവും, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒതുക്കിയതിന് ശേഷം ഇത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലേക്ക് വരുമെന്നുള്ളതിൻ്റെ കൃത്യമായ ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അത് ബാക്കിയുള്ള ആളുകൾക്കും അതിനെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിപ്പോൾ ഈ ജബൽപൂർ സംഭവവും അതുപോലെ തന്നെ ഒഡീഷ സംഭവമൊക്കെ വളരെ പെട്ടെന്ന് പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പഴയ ഒരു സിനിമയ്ക്കകത്ത് സുരാജ് പറയുമല്ലോ, എന്തൊക്കെ ചെയ്താലും ഉള്ളിലെ ഫ്രോഡ് ഒടുവിൽ തള്ളി പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെ BJPയുടെ യഥാർത്ഥ മുഖം, സംഘപരിവാറിൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ ജബൽപൂരിലും ഒഡീഷയിലെ സംഭവത്തിലൂടെയൊക്കെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, രാജ്യത്തുടനീളം ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർണാടകയിൽ ചുമതലയുള്ള ആളാണ്. കർണാടകയിൽ വിവിധ പ്രദേശങ്ങളിൽ ഞാൻ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ പല സ്ഥാപനങ്ങളിലും, അതായത് സംഘപരിവാർ ശക്തികൾ ആക്രമിച്ചിട്ടുള്ള ക്രിസ്ത്യൻ പള്ളികളും അതുപോലെ തന്നെ സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളിലും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഏതൊരു ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനത്തിൽ ഒരു വിദ്യാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഒരു ക്രിസ്തുദേവൻ്റെ രൂപം ഒരുപക്ഷെ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുരിശ് രൂപം അവിടെ ഉണ്ടാവും. ഞാൻ കർണാടകയിൽ ഗോപികൃഷ്ണനെ ഞാൻ വേണമെങ്കിൽ നേരിട്ട് ലിസ്റ്റ് തരാം. എത്രയോ സ്ഥാപനങ്ങളിലാണ് ഒരു വിദ്യാലയം, ഒരു ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ പേരിലുള്ള ഒരു വിദ്യാലയത്തിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ ഒരു കുരിശ് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ രൂപം സ്ഥാപിക്കാനോ പോലും സംഘപരിവാർ ശക്തികൾ അനുവദിക്കാതെ അടിച്ചു തകർത്തിട്ടുള്ള ഭയപ്പാടിൽ ജീവിക്കുന്ന ആളുകളെ ഞാൻ കർണാടകയിൽ കണ്ടിട്ടുണ്ട്. അത് കർണാടകയിൽ മാത്രമല്ല, ഞാൻ രാജ്യത്തുടനീളം പല സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ഞാൻ പോയി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആ സംസ്ഥാനങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിലൊക്കെ അവിടെ പ്രവർത്തിക്കുന്ന മിഷണറിമാരെ ഏത് രീതിയിലാണ് BJPയുടെയും സംഘപരിവാറിൻ്റെ ആളുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് വ്യക്തവും കൃത്യവുമായി മനസ്സിലായിട്ടുള്ളത്, നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുമാണ് ഞാൻ. അതുകൊണ്ട് കേരളത്തിൽ BJP സ്വീകരിക്കുന്ന സമീപനം താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്വീകരിക്കുന്ന സമീപനം മാത്രമാണ് എന്നും ഇവരുടെ ഉള്ളിലിരിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലെ ഫ്രോഡ് തള്ളി പുറത്തു വരുമെന്നുള്ളതും വരുന്ന ആളുകളിൽ കേരളത്തിലുള്ള ആളുകൾക്കും ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഈ ക്രിസ്ത്യൻ പ്രേമം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രേമം മാത്രമാണ് കേരളത്തിലെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയും.